ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്നൊക്കെ പറയുന്ന കുറച്ച് മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൈസിങ് ഓഫ് കമ്മോഡിറ്റി ഫീച്ചേഴ്സ്. എന്താണ് കമ്മോഡിറ്റി ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. For purpose of pricing, the commodity should be classified into two. ഇപ്പോൾ നമ്മളൊരു കമ്മോഡിറ്റി ഫീച്ചറിൽ കമ്മോഡിറ്റിക്ക് പ്രൈസ് ഫിക്സ് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാരി ടൈപ്പും അതിൻ്റെ നോൺ ക്യാരി ടൈപ്പും. ഇനി ക്യാരി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റീസ് ആർ യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസസ് ആൻഡ് നോൺ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റീസ് ആർ മെയിൻ പ്രൈമർലി ഫോർ കൺസംഷൻ. ഇപ്പോൾ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റീസ് ആണെങ്കിൽ അത് എന്തിനാണ് യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണ് നമ്മൾ ക്യാരി ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നോൺ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ടു ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മോഡിറ്റീസ് ആൻഡ് കൺസംഷൻ കമ്മോഡിറ്റീസ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാരി ടൈപ്പ്, കൺസംഷൻ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ക്യാരി ടൈപ്പ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത് അസറ്റ്സ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ. പിന്നെ റൈസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺസംഷൻ കമ്മോഡിറ്റീസ്. ഇപ്പോൾ ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള കമ്മോഡിറ്റീസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് വരുന്നതാണ് പ്രൈസിങ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ്. For pricing a forward contract, we can apply the principle of arbitrage. അതായത് for pricing futures, the principle of arbitrage may or may not be applicable. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ആർബിട്രേജ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കാം. ഓക്കെ, ഇനി ഫ്യൂച്ചേഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിൽ വരുന്നത് വി ക്യാൻ യൂസ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അപ്രോച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഡിപ്പെൻഡ് ഓൺ ദ ക്യാഷ് പ്രൈസ് ഓഫ് എൻ അസറ്റ്സ്. ഫ്യൂച്ചർ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്, അസറ്റിൻ്റെ ക്യാഷ് പ്രൈസാണ്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് ക്യാരി റിട്ടേൺ. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ്, നമ്മുടെ നിലവിലുള്ള സ്പോട്ട് പ്രൈസ്, അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ക്യാരി കൂട്ടുക, അതിൽ നിന്ന് ക്യാരി റിട്ടേൺ മൈനസ് ചെയ്യാം. ഹിയർ സ്പോട്ട് പ്രൈസ് ഈസ് ദ കറണ്ട് പ്രൈസ് ഓഫ് ദ ഡെലിവറബിൾ അസറ്റ്. നമ്മൾ ഡെലിവർ ചെയ്യുന്ന അസറ്റിൻ്റെ കറണ്ട് പ്രൈസാണ് സ്പോട്ട് പ്രൈസ്. ഇനി ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡിംഗ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് ചാർജസ് ഓൺ ബോറോയിങ് ക്യാഷ്, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ക്യാഷ് വരുന്നുണ്ടെങ്കിൽ. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്, ദ കോസ്റ്റ് ഓഫ് ക്യാരി ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് കോസ്റ്റാണ് വരുന്നത്. ഇപ്പോൾ കമ്മോഡിറ്റീസ് ആണെങ്കിൽ ആൾസോ ഇൻഷുറൻസ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, ട്രാവൽ കോസ്റ്റ്, അങ്ങനെയുള്ള അഡീഷണൽ കോസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. ഇനി ക്യാരി റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫേഴ്സ് ടു ദ ഇൻകം സച്ച് ആസ് ഡിവിഡൻറ്റ് ഓൺ ഷെയർ ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് വിച്ച് മേ അക്രൂ ദ ഇൻവെസ്റ്റർ ഡ്യൂറിങ് ദ ഹോൾഡിംഗ് പീരീഡ്. നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഈ പീരീഡിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ, അതാണ് എന്ത് ക്യാരി റിട്ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, the cost of carry is the sum of all costs incurred if a similar position is taken in cash market and carried out to the expiry of the futures contract less any revenue that may arise out of holding the underlying asset. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ്സ് ആൻഡ് അക്രൂഡ് ബൈ ഹോൾഡിംഗ് അസറ്റ്. കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആൻഡ് ദ ബെനിഫിറ്റ്സ് ദാറ്റ് അക്രൂ വൈൽ ഹോൾഡിംഗ് അസറ്റ്. അതൊരു അസറ്റായിട്ട് വെക്കുമ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ഇൻകം കിട്ടുന്നുണ്ട്, അതാണ് കോസ്റ്റ് ഓഫ് ക്യാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പർച്ചേസ് ആൻ അസറ്റ് ഓർ കമ്മോഡിറ്റി വൺ മസ്റ്റ് എയ്തർ ബോറോ മണി ഓർ റെഡ്യൂസ് ഹിസ് എനി അസറ്റ്സ് ബൈ ദ എമൗണ്ട്. ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് എടുക്കണം, അല്ലെങ്കിൽ കടം വാങ്ങുന്നത്. ബിസൈഡ്സ് ഇൻട്രസ്റ്റ് കോസ്റ്റ്, ക്യാരി കോസ്റ്റ് വാരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ അസറ്റ്. അതായത് ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടാണ്ട് വരുന്ന കോസ്റ്റുകൾ ആ ഒരു കമ്മോഡിറ്റിയുടെ നേച്ചറിനെ അനുസരിച്ചിരിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് ക്യാരി റിട്ടേൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് ഫീച്ചേഴ്സ് ഓൺ നോൺ ക്യാരി ഓർ കൺസംഷൻ കമ്മോഡിറ്റീസ്. For pricing features on consumption assets, the cost of carry model cannot be applied. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ നമുക്കിതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് കമ്മോഡിറ്റീസ് ദിസ് മോഡൽ ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ അപ്പർ ബൗണ്ട് ഓൺലി. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, അപ്പർ ബൗണ്ട് ഓൺലി ഡിറ്റർമിൻ ചെയ്യാണ്. ഇൻ അതർ വേർഡ്സ്, ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് നോൺ ക്യാരി കമ്മോഡിറ്റീസ് വി മേ സേ ദാറ്റ്
we may say that the futures price will not exceed the sum of the spot price and the carry cost less carry return, if any. For pricing futures on consumption assets, the principle of arbitrage may not be applicable. അപ്പോൾ ഫ്യൂച്ചേഴ്സ് കൺസംഷൻ അസറ്റിന് നമുക്ക് ഒരിക്കലും ആർബിട്രേജ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദിസ് ഈസ് എന്തുകൊണ്ടെന്നാൽ ദ യൂട്ടിലിറ്റി ഓഫ് ദ കൺസംഷൻ അല്ലേ, നമ്മളത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇൻവെസ്റ്റേഴ്സ് കീപ് സച്ച് എ കമ്മോഡിറ്റി in inventory because its consumption value and not because of value as investment. അതിന് കൺസംഷൻ വാല്യൂ അനുസരിച്ചിട്ടാണ് ഇൻവെസ്റ്റർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. Thus they are reluctant to sell the commodity and buy futures contract because future contracts cannot be consumed. Futures contracts നമുക്ക് cannot be consumed ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ pure arbitrages will not always be able to find supplies of cash goods to borrow and sell short. Producers need to maintain supplies of these goods in order to them in their production process. പ്രൊഡ്യൂസേഴ്സ് അതിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, സെറിൽ മാനുഫാക്ചേഴ്സ് നീഡ് ടു കീപ്പ് എ വീറ്റ് ആൻഡ് കോൺ ഇൻ ഇൻവെൻറ്ററി. ദർഫോർ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ സ്പോട്ട് പ്രൈസ് ഓഫ് സച്ച് കമ്മോഡിറ്റീസ് ആർ ഹയർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ്. ഫ്യൂച്ചർ പ്രൈസിനേക്കാളും ഹയർ ആയിരിക്കും സ്പോട്ട് പ്രൈസ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് നോ വൺ മൈറ്റ് ബി ഏബിൾ ടു ആർബിട്രേജ് ബൈ സെല്ലിംഗ് ദ കമ്മോഡിറ്റി ഇൻ ദ സ്പോട്ട് മാർക്കറ്റ് ആൻഡ് ബൈ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. ഓക്കെ, ദാസ് ദ പ്രൈസിങ് ഓഫ് നോൺ ക്യാരി, അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു കൺസെപ്റ്റിനും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കൺവീനിയൻസ് റിട്ടേൺ ഓർ കൺവീനിയൻസ് ഈൽഡ്. കൺവീനിയൻസ് റിട്ടേൺ ഓർ കൺവീനിയൻസ് ഈൽഡ്. ഇനി എന്താണ് ഈ കൺവീനിയൻസ് റിട്ടേൺ ഓർ കൺവീനിയൻസ് ഈൽഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റിട്ടേൺ ദാറ്റ് അൻ ഇൻവെസ്റ്റർ റിയലൈസസ് ഫോർ ക്യാരി ഇൻവെൻറ്ററി ഓഫ് ദ കമ്മോഡിറ്റി ഓവർ ഹിസ് ഓർ ഹെർ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം നീഡ്സ്. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ കൺവീനിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ റിട്ടേൺ ദാറ്റ് ആൻ ഇൻവെസ്റ്റർ റിയലൈസ് ചെയ്യാണ് ഫോർ ക്യാരിങ് ഇൻവെൻറ്ററി ഓഫ് ദ കമ്മോഡിറ്റി ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേമേഴ്സ്. അതിൻ്റെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് കുറച്ച് എടുത്തു വയ്ക്കാം കൺവീനിയൻ്റ് ആയിട്ട്. സിംപ്ലി റെഫേഴ്സ് ദ ബെനിഫിറ്റ്സ് എൻജോയ്ഡ് ബൈ ദ ഓണർ ഓഫ് ദ അസറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് പൊസഷൻ ആൻഡ് കൺസപ്ഷൻ വാല്യൂ. അല്ലേ, ആ ബെനിഫിറ്റ് ഓണർ എൻജോയ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ്. അതായത് കൺസംഷൻ അസറ്റ്സ് ഹാവ് കൺസംഷൻ വാല്യൂ. ദിസ് കൺസംഷൻ വാല്യൂ ഈസ് കാൾഡ് കൺവീനിയൻ്റ്. ഓരോ കൺസംഷൻ അസറ്റിനും കൺസംഷൻ വാല്യൂ ഉണ്ടായിരിക്കും. ആ കൺസംഷൻ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺവീനിയൻസ് ഈൽഡ് എന്ന് പറയുന്നത്. കൺവീനിയൻസ് ഈൽഡ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ഓർ ഇൻ പെർസെൻറ്റേജ് ടേംസിലാണെങ്കിൽ മോണിറ്ററി ടേംസിലാണ് അത് കൺവീനിയൻസ് ഈൽഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ it may be noted that the physical holding of asset and futures on the same or not equivalent due to consumption value attached to the commodity. For example, an oil producer buying oil futures and selling in physical market leaves no stock of oil required for production. Due to consumption value of the asset, we only have an upper bound to the future price. Okay, agriculture commodities ആണെങ്കിൽ കൺവീനിയൻസ് yield, it may be noted that the convenience yields of a commodity is likely to be different for different investors and may vary over time. അല്ലേ, ഓരോരുത്തരുടെ കൺസംഷൻ വാല്യൂ അനുസരിച്ച് കമ്മോഡിറ്റിയുടെ ഇത് വാല്യൂസിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. The next pricing of financial features. So far we have seen how the commodity features are priced. Now let us turn on our attention to pricing of financial features. Financial features include stock features, stock index features, index rate features, currency features. എങ്ങനെയാണ് അതിൽ പ്രൈസിങ് ഫിക്സ് ചെയ്യാറുള്ളത്? Pricing of financial features. Pricing of stock and stock index features. Pricing of stock or stock index features can be done by using cost of carry model. Cost of carry model ആണ് അതിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. For pricing of financial asset, cost of carry model is better. In the case of financial assets, there is no convenience yield. ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കേസിൽ നമുക്ക് ഒരു തരത്തിലുള്ള കൺവീനിയൻസ് yield വരുന്നില്ല. For stock or stock index features, the spot price is the stock index value. സ്റ്റോക്കിൻ്റെയും സ്റ്റോക്ക് ഇൻഡെക്സ് ഫീച്ചേഴ്സിൻ്റെ അഭിപ്രായത്തിൽ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് ദ സ്പോട്ട് ഇൻഡെക്സ് വാല്യൂ ആണ്. ആൻഡ് ദ ക്യാരി കോസ്റ്റ് മീൻസ് ദ ഇൻട്രസ്റ്റ് ഓൺ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് അണ്ടർലൈങ് ദ ഇൻഡെക്സ്. ആൻഡ് ക്യാരി റിട്ടേൺ ഇസ് ദ വാല്യൂ ഓഫ് ദ ഡിവിഡൻസ് റിസീവബിൾ ബിറ്റ്വീൻ ദ ഡേ ഓഫ് പ്രൈസിങ് ആൻഡ് ഡേ ഓഫ് മെച്യൂരിറ്റി. സോ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് ബെനിഫിറ്റ്സ് ഓഫ് ഓണർഷിപ്പ്. കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സസ് ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇത്രയാണ് പ്രൈസിങ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് ഇൻഡെക്സ് ഓഫ് ഫ്യൂച്ചേഴ്സിൽ വരുന്നത്. നന്നായി വായിക്കുന്നവർക്ക് വേറെ ഏതെങ്കിലും ബുക്കുകൾ ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുക, വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ റെഫർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്?
പ്രൈസിങ് ഓഫ് കമ്മോഡിറ്റി ഫീച്ചേഴ്സ്, പ്രൈസിങ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ്, പ്രൈസിങ് ഫീച്ചേഴ്സ് ഓൺ നോൺ ക്യാരി ഓർ കൺസംഷൻ കമ്മോഡിറ്റീസ്, പ്രൈസിങ് ഓഫ് ഫിനാൻഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസിങ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫീച്ചേഴ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.